രാഘവേട്ട, എന്റെ വലത് കണ്ണ് വല്ലാതെ തുടിക്കുന്നുണ്ട്. അത് ഒരു ശുഭസൂചകമല്ല. എന്തോ എന്തോ ഒരു ആപത്ത് വരാൻ വേണ്ടി പോന്ന പോലെ. വിഷ്ണു ആണെങ്കിൽ വന്നിട്ടുമില്ല. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേണ്ട ഭാമേ. ചുമ്മാ മറ്റുള്ളവർ കൂടെ ആദ്യം പിടിപ്പിക്കാതെ. ആ കമലിനെ പോലും വിളിച്ചിട്ട് കിട്ടുന്നില്ല. മനസ്സിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടല്. എന്താ ചെയ്യേണ്ടെന്നറിയില്ല. ഡേ, നീ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന അന്ന് മുതൽ തുടങ്ങിയ പേടിയാ. നീ ഒന്നുകൂടി രോഹിത്തിനെ വിളിച്ചേ. ചിലപ്പോ മറ്റെന്തെങ്കിലും കാരണം കാണുന്നേ, അല്ലാതെ വരാതിരിക്കുന്നൊന്നും അല്ലല്ലോ ഇങ്ങനെ. അത് തന്നെയാ എന്റെ പേടി. അവനെന്തെങ്കിലും അപകടം. നീ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയാ ഭാമേ. അവനീ ഒന്നോളും. അങ്ങനെ മനസ്സിനൊരു ഉറപ്പ് കൊടുക്കാൻ എനിക്കാവുന്നില്ല. സമയം കഴിയുന്തോറും ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. രാഘവേട്ടന് അറിയാലോ, എന്റെ ജീവനും ജീവിതവും എന്റെ വിഷ്ണു. ഞാനിങ്ങനെ നിൽക്കുന്നുവെങ്കിൽ വിഷ്ണു അടുത്തുള്ളത് കൊണ്ട് മാത്രം. ഈശ്വര, ഇവൻ എവിടെ പോയി കിടക്കുക? മോളെ, നീ ഒന്നോട് അവനെ വിളിച്ചു നോക്ക്. ഭഗവാനെ, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരത്തില്ലേ. എന്റെ മുന്നിൽ അവനെ എത്തിക്കണം. ബീച്ച് ഭാഗത്തേക്ക് അന്വേഷിക്കാൻ പോയ ആശാനെ കാണുന്നില്ലല്ലോ. ഏട്ടത്തിയമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഒരു സാധാരണ വീട്ടമ്മയെ പോലെ പെരുമാറുന്ന ആളാണോ ഏട്ടത്തിയമ്മ? ആശാന് സങ്കടം തോന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഇറങ്ങി പോവാവോ? ഷേ, ഇതിനിപ്പോൾ എവിടെ പോയി തിരക്കാനാ? ആശാനാണല്ലോ. എന്താ ആശാനെ, അവിടെ എവിടെയെങ്കിലും? ഇല്ലടാ. പിന്നെ അങ്ങോട്ട് നടക്കുന്നതായി കണ്ടെന്ന് പറഞ്ഞേ. അത് എന്തോ സംശയം എന്നാ പറഞ്ഞ, അതാ ഞാൻ പോയി നോക്കിയതേ. പക്ഷെ അവിടെ ഒന്നുമില്ല. വീട്ടിലേക്ക് വിളിച്ചൊന്ന് ചോദിച്ചാലോ? ഏയ്, അത് വേണ്ട. അവിടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വിളിക്കൂടെ ചെയ്ത അവർ പേടിക്കും. ചിലപ്പോ വല്ല മീറ്റിങ്ങോ ജോലി തിരക്കൊണ്ടോ വൈകിയെന്നെ കരുതൂ. നീ കയറ്, നമുക്കേ ആ ഭാഗത്തോട് നോക്കാം. വാക്കര്. എന്തായിട്ടാ അവിടെ ഒരു ആൾക്കൂട്ടം? അതെ, അവിടെ പെൺകുട്ടിയുടെ ബോഡി കരക്കടിഞ്ഞു. അതെയോ? എന്നിട്ട് പോലീസിനെ അറിയിച്ചോ? ആ, അറിയിച്ചു. ഇപ്പൊ വരും.
ഇതെന്താ? അത് ഈസി അല്ലേ പപ്പി? നീ വായിച്ചു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. ഇപ്പൊ നിനക്ക് മനസ്സിലായോ പപ്പി? ആ മനസ്സിലായി. ഇത്രയും നേരമായി, വൈകുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? വീട്ടിൽ നിൽക്കുന്നവർക്ക് ആദ്യം, പുറത്തു പോകുന്നവർക്ക് കുഴപ്പമില്ലല്ലോ. അവൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുമ്പോൾ സമയം പോകുന്ന അറിയൂല്ലോ. ശാരദാമ്മ, ഇത് ആരോടാ ഈ സംസാരിക്കുന്നത്? ആ, എന്നോട് തന്നെയാ മോളെ. നിന്റെ അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. വിഷ്ണുച്ചനെ ഇപ്പൊ ആരാന്ന് പറഞ്ഞു പോയതല്ലേ? വിഷ്ണുച്ചനെയും കണ്ടില്ല. ഇനിയിപ്പൊ ഞാനെങ്ങനെ പോവും? പപ്പി പോവണ്ട, നമുക്കിന്ന് ഇവിടെ അങ്ങ് കൂടാം. അയ്യോ, അത് പറ്റില്ല. അമ്മ എന്നെ തിരക്കൂലേ? അത് സാരമില്ല പപ്പി, എന്റെ കൂടെ ഒന്ന് പറഞ്ഞാ മതി. ശ്യാമയൊന്ന് വിളിച്ചാലോ? എന്തൊക്കെയാ ചുറ്റും നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അതാ വിഷ്ണുവിനെയും കാണാത്തത്. ആ അമ്മേ. ആ മോളെ, വിഷ്ണു അവിടെ ഉണ്ടോ? ഇല്ലമ്മേ. ഇതുവരെ ശാലിനിയും വന്നിട്ടില്ല, വിഷ്ണുവും വന്നിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് തീ തിന്നുക. വിഷ്ണുവേട്ടൻ പപ്പിയും കൊണ്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു പോയിട്ട് ഇതുവരെ വന്നില്ലമ്മേ. ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ഡീ, വിഷ്ണുവേട്ടനെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുക പോലും ചെയ്യുന്നില്ല. പപ്പി മോളും കൂടെ ഉള്ളതല്ലേ. ആ, എന്താ പറ്റിയെന്ന് പോലും അറിയാൻ പാടില്ല. ഡീ, പപ്പി ഇവിടെ ഉണ്ട്. പപ്പിയെ വിഷ്ണു ഇവിടെ പകലുകൊണ്ടോന്ന് ആക്കിയതാ. സമാധാനായി. എന്റെ ഉയിര് മുകളിലായിരുന്നമ്മേ. മോളവിടെ ഉണ്ടല്ലോ. അല്ലമ്മേ, കുഞ്ഞേച്ചി എന്താ ഇത്രയും വരാൻ വൈകുന്നേ? ഇത്രയും സമയമായല്ലോ. ഹലോ മോളെ. ആരെ ഫോണില്? എന്ത് സമാധാനമായിന്നാ നീ പറയുന്നത്? സത്യമേ, പപ്പി അമ്മയുടെ അടുത്തുണ്ട്. വിഷ്ണുവേട്ടൻ പപ്പി അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതെന്തിനാ? ഇവിടെ നിൽക്കേണ്ട കുട്ടിയെ വിളിച്ചെന്തിനാ അവൻ അവിടെ കൊണ്ടാക്കിയത്? അമ്മേ, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. വിഷ്ണുവേട്ടൻ പപ്പിയെ പകല അവിടെ കൊണ്ടാക്കിയത്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എന്തിനാ അവിടെ കൊണ്ടുവന്നാക്കിയതെന്നാ ഞാൻ ചോദിച്ചത്. പറയടി, എന്തിനാ? അതെനിക്കറിയില്ല സത്യമ്മ. പിന്നെ നിനക്ക് എന്തറിയാം? സ്വന്തം മോളെ ഇത്ര നേരം കാണാതായിട്ടും നീ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചോ? എന്തിന്? നിന്റെ വീട്ടിലേക്ക് തന്നെ വിളിച്ചിരുന്നെങ്കിൽ മോൾ അവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയായിരുന്നല്ലോ. അതും ചെയ്തല്ലോ. പപ്പി പോയത് മറ്റാരുടെയും കൂടെ അല്ലല്ലോ സത്യമ്മേ, വിഷ്ണുവേട്ടന്റെ കൂടെ അല്ലേ. അതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നേ. ഇനി നീയാണോ തീരുമാനിക്കുന്നത്? നീയാണോന്ന്? എടാ രോഹിത്തെ, ശാരദാമ്മയുടെ വീട്ടിൽ പപ്പിയെ കൊണ്ടാക്കിയിട്ട് വിഷ്ണു ഇവിടെ പോയിരിക്കുക. അവനാണെങ്കിൽ എങ്ങോട്ടാ പോയിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുമില്ല. എടാ, നീ ഒന്ന് പോയി പപ്പിയെ വിളിച്ചോണ്ട് വാ. പപ്പി അവിടെ നിൽക്കട്ടെ സത്യമ്മേ, അത് അന്യ വീടൊന്നും അല്ലല്ലോ. ഡാടാ നിക്ക്. അത് അന്യ വീടാണോ അല്ലയോ എന്നൊക്കെ നീ എനിക്ക് പറഞ്ഞു തരണ്ട. നിന്റെ കൊച്ച് അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ എന്ന് നീ ആ തീരുമാനിക്കേണ്ടത്. എന്റെ കൊച്ച്, ആ ഒരു വാക്കെന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. എന്റെ 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 എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇനി എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. ഞാനിനി വിഡ്ഢിയാകാനില്ല. എടാ, ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല. നിന്റെ കൊച്ച് എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന്. ദേ നിൽക്കുന്നു, ചോദിക്കേ എന്റെ കുട്ടി തന്നെയാണോന്ന്, എന്നിട്ട് ഞാൻ മറുപടി തരാം.
രോഹിത്തെ, നീ ഇനി വിഷ്ണുവിനെ നോക്കണ്ട. പോയി പാപ്പിയെ വിളിച്ചോണ്ട് വാ. അല്ല സത്യമേ, എടാ പോയി വിളിച്ചോണ്ട് വാടാ. എടാ ചെല്ലാൻ. ദേ, ഇനി മേലാൽ പപ്പി അങ്ങോട്ട് വിട്ടേക്കരുത്. പതിവില്ലാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കരുതേ. ഇനി വിഷ്ണു ഇവിടെ പോയി കിടക്കുക. ഇവനൊന്ന് രാത്രി വീട്ടിൽ വരണമെന്നില്ലേ? എല്ലാ സത്യങ്ങളും വിഷ്ണുവേട്ടൻ അറിഞ്ഞതാണ്. വിഷ്ണുവേട്ടനെയും കുഞ്ഞിച്ചയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. രണ്ടുപേരും വീട്ടിലാണെങ്കിൽ എത്തിയിട്ടുമില്ല. ഈശ്വര, രണ്ടുപേർക്കും ഒരാപത്തും വരുത്തരുതേ. ഒരു ബുദ്ധിമോശവും കാണിക്കാൻ അവരെ തോന്നിപ്പിക്കല്ലേ. കിട്ടുന്നില്ലല്ലോ. കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയിട്ട് ഇവൻ എവിടെ പോയി കിടക്കുക? ഇതിപ്പോ ആരോടാ ഒന്ന് തിരക്കുക? ബീച്ച് റോഡിൽ നിന്നും കടലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സ്ത്രീ അങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നോ? ആ കടലിൽ ചാടിയ പെണ്ണല്ലേ? അത് മരിച്ചു. ഏതോ വീട്ടിലെ വഴക്കിന്റെ പേരിലോ മറ്റോ വന്ന് ചാടിയതാണെന്നാണ്. ഒരു വാശിക്ക് ചാടിയ ഒരു 10 വാശി കാണിച്ചാലും അതിൽ നിന്ന് കയറിപ്പോരാൻ പറ്റില്ലല്ലോ. അത് മരിച്ചു. കുറേയൊക്കെ ഇതുങ്ങളുടെ അഹങ്കാരമാണെന്ന്. വല്ല നിസ്സാര കാര്യമായിരിക്കും. ഇപ്പൊ ഇതൊരു ട്രെൻഡല്ലേ. വഴക്കിട്ട അപ്പ ആത്മഹത്യ. ചേട്ടൻ ആ സ്ത്രീയെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അല്ല, എന്താ കാര്യം? അല്ല, കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിരുന്നു. നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരാരെങ്കിലും ആണോ? അതൊന്ന് അറിയാൻ വേണ്ടിട്ടാ. നല്ല മിടുക്കി പെണ്ണാ മോളെ. സാരിയാ ഉടുത്തിരുന്നേ, ഒരു പച്ച കളർ സാരി. ആ, പറഞ്ഞിട്ടെന്താ കാര്യം? ഏതോ നല്ല കുടുംബത്തിലെ കൊച്ച. ബോഡി അതാ അവിടെ ആ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാത്രി പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കും. സംശയമുണ്ടെങ്കിൽ അവിടെ കയറി കാണാം. ബന്ധുക്കളാരും ഇതുവരെ എത്തിയിട്ടില്ലെന്നാ ഞാൻ അറിഞ്ഞത്. ദേ, ആ കാണുന്ന വഴിയിലൂടെ പോയാൽ മതി. മോർച്ചറിയുടെ മുന്നിലെത്തും. മരിച്ചവരങ്ങ് മരിച്ചു. ഭൂമിയിൽ നിൽക്കുന്നവർക്ക് ആ പാട്. ആള് അതാണോന്ന് ഉറപ്പിക്കണമല്ലോ. അതെങ്ങനെയാ? ചാകാൻ വരുമ്പോൾ ഇതുങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ വരുന്നത്? ആ ഒരു തോന്നലല്ലേ. എന്തായാലും നല്ല മുഖശ്രീയുള്ളൊരു കുട്ടിയാ. പോയപ്പോൾ അതിൻ്റെ വീട്ടുകാർക്ക് പോയി ഓരോ വിധി. അല്ല, ചേട്ടൻ ആ സ്ത്രീയെ കണ്ടായിരുന്നോ? കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുന്ന അറിയില്ല.
അത് ഏട്ടത്തിയമ്മ ആയിരിക്കില്ല ആശാനെ, ഒരിക്കലും ആയിരിക്കില്ല. എന്നാലും നമുക്കതൊന്ന് ഉറപ്പ് വരുത്തണ്ടേ? എന്തിന് ശാലിനിയൊന്നുമില്ല. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കയറി നോക്കിയേക്കാം. എനിക്ക് പേടിയോ ഒന്നും തോന്നുന്നു. ആശാനെ, ഇപ്പൊ എന്ത് വന്നാലും നമുക്ക് നേരിടാതെ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. വന്ന സ്ഥിതിക്ക് നമുക്ക് നോക്കിയിട്ട് പോവാം. അതെ, അപ്പൊ ആ ഒരു സംശയം മാറിക്കിട്ടുമല്ലോ. വാ ആശാനെ, ഇവിടെ നമ്മൾ പോകുന്നത് അതല്ലെന്ന് ഉറപ്പ് വരുത്തിട്ട് തന്നെ ആയിരിക്കും ആശാനെ. വന്ന സ്ഥിതിക്ക് നിങ്ങളൊന്ന് കണ്ടിട്ട് പോകുന്നതാ നല്ലത്. കാഴ്ചയില് നല്ല മിടുക്കി പെണ്ണ, ഒറ്റ നോട്ടത്തിലറിയാം നല്ല കുടുംബത്തിൽ പിറന്ന കൊച്ച. പച്ച സാരി തന്നെയാ ഉടുത്തിരിക്കുന്നത്. അത് ഏട്ടത്തിയമ്മ ആയിരിക്കില്ല, ഉറപ്പാണ്. ഇവിടം വരെ വന്നതല്ലേ, നോക്കാതെ പോകുന്നത് എന്തിനാ? നോക്കിയിട്ട് പോ. മോളെ, വിഷ്ണു അച്ഛൻ വല്ലതും പറഞ്ഞിട്ടാണോ പോയത്? എപ്പോ വരൂന്ന് വല്ലതും പറഞ്ഞോ? ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോ എന്നെ വിളിക്കാന്നും പറഞ്ഞു. പക്ഷെ ഇത്രയും നേരമായിട്ടും ആളെ കണ്ടില്ലല്ലോ. അതിന് ശാരദാമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ബിഗ് ഫ്രണ്ട് വന്നില്ലെങ്കിൽ പപ്പിയെ ഞാൻ എന്റെ കൂടെ കിടത്തിയാ പോരെ? എന്നിട്ട് നാളെ ബിഗ് ഫ്രണ്ട് വരുമ്പോ പറഞ്ഞു വിടാം. അപ്പം പപ്പിക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്യണ്ടേ? പിന്നെ പഠിക്കാനും ഉണ്ടാവൂലേ? പഠിത്തമൊക്കെ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട് ശാരദാമ്മേ. കണ്ടില്ലേ, ഞാനും പഠിക്കുന്നുണ്ട്, പപ്പിയും പഠിക്കുന്നുണ്ട്. പപ്പി പഠിച്ചോ? ശാലിനിയും കണ്ടില്ലല്ലോ. വരേണ്ട സമയം കഴിഞ്ഞു. മൈകുഞ്ഞി വിളിച്ച് പറയുന്നതാ. ഇനി വിഷ്ണുവും ശാലിനിയും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോയതാണ്. അതാണോ തിരികെ വരുമ്പം പപ്പിയെ കൊണ്ടുപോവാന്ന് പറഞ്ഞത്? ഒന്ന് വിളിച്ചു നോക്കാം. ഒരാവശ്യത്തിന് വിളിച്ച കിട്ടൂല.